ഇവിടെ മോളാ എന്തെങ്കിലും മനസ്സിലായോ ഇങ്ങനെ വരച്ചത്? പറ മക്കളെ, നേരെ പറ. ആ, ഈ അറ്റത്തുള്ള വരലെല്ലാം നിങ്ങൾ ഡേഞ്ചറാണ്. നടക്കുമോ തന്നെ? നിങ്ങൾ സെൻറ്റർ ചെയ്ത് കൊണ്ടുവന്നല്ലേ, ഇങ്ങനെ വണ്ടി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ വളച്ചെടുക്കാൻ പാടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? നല്ല ഫ്രണ്ട് എടുക്കും. ഫ്രണ്ട് എടുത്ത് അടുത്ത് വളയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചിലപ്പോൾ സ്പേസ് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കയറാവും. ഈ കണ്ടില്ല ഉണ്ടല്ലോ, എങ്ങോട്ട് കയറണ്ട നമ്മളെ ദൂരം എന്ന് വരുമ്പോഴേ? എങ്ങോട്ട് കയറണം? റൈറ്റാ ലെഫ്റ്റാ? അനുപമാ ഇപ്പോഴും കൺഫ്യൂഷനാണോ? പിന്നെ നിങ്ങൾ, ഞാൻ അവിടെ ദൂരം നിന്ന് വണ്ടി തരും. ദൂരം നിന്ന് വണ്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നിട്ടേ നിങ്ങൾ ലെഫ്റ്റിലോട്ട് കയറി പോയാലേ ഫെയിലാണ്. കേട്ടെടുക്കാൻ പോയാൽ റൈറ്റിലോട്ട് തന്നെ കയറണം. പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മിച്ചോ, എങ്ങോട്ട് കയറണം? റൈറ്റ്. അടുത്ത് എങ്ങോട്ട് പോകണം? ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ കണ്ട, ഞാൻ വരച്ചിട്ടുണ്ടാ? അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാ സെൻറ്റർ തന്നെ ഇങ്ങോട്ട് നോക്കണം, ദൂരോട്ട് നോക്കണം. ആ ഏരിയയിലും ഈ ഏരിയയും ഈ 4 സൈഡും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെൻറ്ററിൽ മനസ്സിലായില്ല? എവിടെ നിന്ന്? അവിടെ നിന്ന് വളച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. അപ്പോൾ ആ സെൻറ്റർ ചെയ്ത് വന്നിട്ടേ ഇങ്ങോട്ട് വരാവും. അടുത്ത് ഇവിടെ നിങ്ങൾ വളച്ച് ഇങ്ങോട്ട് എടുക്കണം, അങ്ങോട്ട് എടുക്കണം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വരരുത്. മിക്കവരും ഇടത്തോട്ട് കയറി വരും. ഇനി വലത്തോട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടൂല. ഈ റൗണ്ടിൽ ഈ 2 റൗണ്ടും ചേർത്തെടുക്കരുത്. നിങ്ങൾ കണ്ണ് എങ്ങോട്ട് നോക്കണം? ദൂരോട്ട് തന്നെ നോക്കണം. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേ സെൻറ്റർ ചെയ്ത് കയറാൻ നോക്കണം. അവിടെ നിന്ന് എവിടെ നോക്കണം? ഇവിടെ നിങ്ങോട്ട് പോലെ വളച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതിനോട് നിങ്ങൾ ദൂരോട്ട് നോക്കണം, അതുപോലെ വളച്ചെടുക്കുകയും വേണം. അടുത്ത് എവിടെ നോക്കണം? ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങ് നോക്കരുത്, അങ്ങ് പോകരുത്. ഇതിൻ്റെ സെൻറ്റർ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് നോക്കണം. അടുത്ത് ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ ഓട്ടിക്കോ. ഇവിടെ എന്ന് വെച്ചാൽ ഹാൻഡിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇത്രയും സ്പേസ് നിങ്ങൾക്ക് കിട്ടും വളച്ചെടുക്കാൻ. അടുത്ത് ബ്രേക്കിൽ നിങ്ങൾ കാലി ചവിട്ടരുത്. ബൈക്ക് ഓട്ടിക്കണവരും സ്കൂട്ടി ഓട്ടിക്കണവരും ബ്രേക്കിൽ കയറി പിടിക്കരുത്. നിങ്ങൾ ആക്സിഡൻറ്റ് മാത്രം കൺട്രോൾ ചെയ്യുക. ദൂരോട്ട് നോക്കുക. ഇതിനകത്ത് ഓട്ടിക്കാൻ ആവശ്യമായ സ്പീഡ്, ബാലൻസ്. ഓക്കെ, അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് കറങ്ങി വരുമ്പം നേരത്തെ വളയ്ക്കരുത്. ഇതുപോലെ സെൻറ്റർ ചെയ്ത് വന്നിട്ട് തന്നെ ഇങ്ങോട്ട് നോക്കണം, ഫ്രണ്ടിലോട്ട് നോക്കണം. അടുത്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് ചേർത്ത് എടുക്കരുത്. സെൻറ്റർ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷമേ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന കാര്യം നോക്കാവൂ. അടുത്ത് ഇങ്ങായി പോയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ വണ്ടി ഇങ്ങായിപ്പോയി, ഈ ലൈൻ്റെ അടുത്തൂടെ നിങ്ങൾ വണ്ടി വരെയാണ്, എന്ത് ചെയ്യും? എവിടെ നോക്കും? എന്ത് ചെയ്യും? എങ്ങോട്ട് ഇറങ്ങിപ്പോവും? ആ എൻഡ് നോക്കണം. നിങ്ങൾ കയറി പോണ എൻഡ്, ഈ ഇറങ്ങണ എൻഡും കയറണ എൻഡും കണ്ടല്ലോ, അത് നോക്കിയിട്ട് ക്രോസ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ എൻഡ് ടച്ച് ആവാതെ ക്രോസ് ചെയ്ത് നിങ്ങൾ ഇനി പുറത്തിറങ്ങിയാൽ മതി. ഓക്കെ, ഒന്നട അതിനത്ര ഇങ്ങോട്ട് നോക്കി ഒന്നട കെട്ടെടുക്കും പോലെ ചേർന്ന് പോകണ്ട. എങ്ങനെ? എവിടെ തുടങ്ങും? ഇവിടെ തുടങ്ങും. ഇവരോട് നോക്ക്. അതുപോലെ വണ്ടി തരുമ്പോൾ അതുപോലെ കാണണം എനിക്ക്. പോട്ട് തറയിൽ നോക്കാനല്ലേ പറഞ്ഞത്, ദൂരോട്ട് നോക്ക്. കുനിഞ്ഞു നോക്കണേ എന്തിന്? ചേർന്ന് പോവാതെ. പിന്നെ മക്കളെ ദൂരോട്ട് നോക്കടി. അപർണ, അങ്ങ് ദൂരോട്ട് നോക്ക അപർണ. വണ്ടി തരുമ്പോൾ ഇതുപോലെ ഓട്ടിക്കോ. വാ നിങ്ങൾ ആദ്യം വരുന്നത് ഓരായിട്ട് എടുത്തിട്ടോ. അവിടെ എല്ലാവരും വാ.